അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം ഭരിച്ച്, ആ 10 കൊല്ലം ഭരിക്കുമ്പോഴൊന്നും വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളെല്ലാം കൂടെയാണ്. മാധ്യമങ്ങൾ ഇതുപോലെ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ത് ചെയ്താലും എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റില്ല അത് കുറ്റം, വണ്ടി നിറക്കിയാൽ കുറ്റം, നോക്കിയാൽ കുറ്റം, നോക്കാതിരുന്നാൽ കുറ്റം, അങ്ങനെ എല്ലാം കുറ്റങ്ങൾ മാത്രം. 10 കൊല്ലം നിങ്ങൾ വേട്ടയാടില്ലേ? വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ പരുവത്തിലാക്കിയത് പ്രധാനം നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെയാണ്. ഇവിടെ ഇതിക്ക് മുമ്പ് കരുണാകരൻ സാർ ഫയൽ വലിച്ചു കയറിയിരുന്നിട്ടുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അത് ഒരു ദിവസം കാണും, പിന്നെ കാണുന്നുണ്ട്. ഇതിപ്പോൾ പിണറായി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് 365 ദിവസവും അദ്ദേഹത്തെ മാധ്യമ വേട്ട നടത്തിയിട്ടുണ്ട്. ഭരണത്തിൽ എന്തെല്ലാം ചെയ്തു, അതിൻ്റെ നന്മകളോ തിന്മകളോ ഒരു ചർച്ചാ വിഷയമില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 10 കൊല്ലത്തിനുള്ളിൽ അവരോട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ കുറേയെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലതും അത് അറിഞ്ഞില്ല എന്ന് അല്ലെങ്കിൽ അറിയിക്കാനും പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അതെല്ലാം പോട്ടെ, ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷം തരിപ്പണമായി, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. UDF നല്ല ഭൂരിപക്ഷം കിട്ടി. അവർ UDF ഭരിക്കട്ടെ, അവർക്ക് ഭരിക്കാനുള്ളൊരു മാൻഡേറ്റാണല്ലോ ഇപ്പോൾ ജനം കൊടുത്തിരിക്കുന്നത്. അവർ ഭരിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ആളുകൾക്ക് ഗുണകരമായ ഇതിനേക്കാൾ മെച്ചമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജനാധിപത്യത്തിൽ അതല്ലേ വേണ്ടത്.